السلام عليكم ورحمة الله وبركاته. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ഒരു കാലഘട്ടത്തിൽ സമ്പന്നരായ ആളുകൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു അനുഗ്രഹം എല്ലാ പാവപ്പെട്ടവരുടെയും കൈകളിലുണ്ട്. ഭിക്ഷാടകർ പോലും QR കോഡ് കാണിച്ച് ഭിക്ഷാടനം നടത്തുന്നത് തമാശയ്ക്ക് പറഞ്ഞാലും അതിശയോക്തിയില്ലാത്തൊരു കാര്യമാണ്. കാരണം അത്രത്തോളം ഇത് വ്യാപിച്ചു കഴിഞ്ഞു, പൊതുജനങ്ങളിൽ സാർവത്രികമായി കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു അപകടം നിലകൊള്ളുന്ന ഒരു വശമുണ്ട്. ഇത് അനുഗ്രഹമാണെങ്കിലും ഈ അനുഗ്രഹത്തിന്റെ പിന്നിൽ നമ്മുടെ ദുനിയാവും ആഖിറവും നശിച്ചു പോകാൻ, നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയ ചതിക്കുഴികൾ ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബോധവാനായിട്ടില്ല എങ്കിൽ ഒരു മുസ്ലിം ഉണർന്ന് ചിന്തിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ അനുഗ്രഹം നമുക്ക് നാശമായി തീരും. എത്രയോ ആളുകളുടെ ദീൻ നഷ്ടപ്പെട്ടത് ഇത്തരം സംവിധാനങ്ങൾ കയ്യിൽ വന്നതിന് ശേഷമാണ്. എത്ര പേരുടെ അഗ്നിത വിശ്വാസം പിഴച്ചു പോയിട്ടുണ്ട്. എത്ര ആളുകളുടെ സ്വഭാവം, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാർ നഷ്ടമായിട്ടുണ്ട് വഴിവിട്ട ബന്ധങ്ങളിലൂടെ. തിരിച്ചു എത്രയോ പേർക്ക് മക്കളെ, സന്താനങ്ങളെ നഷ്ടപ്പെട്ടു. ഈ ഒരു അനുഗ്രഹം കൈപ്പിടിയിൽ വന്നപ്പോൾ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണാൻ കഴിയാതെ, അത് ഉപയോഗിക്കേണ്ട മര്യാദകൾ അറിയാതെ, ഇസ്ലാമിക നിയമങ്ങളൊന്നും പരിഗണിക്കാതെ ഈ അനുഗ്രഹത്തെ സമീപിച്ചു. ഫലമോ ദീന നഷ്ടപ്പെട്ടു എന്നതാണ് ഒരുപാട് ആളുകൾക്ക്. ഇത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറെ അറിയുന്ന ഒരു വസ്തുതയാണ്. നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു അനുഗ്രഹമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സ്വാഭാവികമായും അനുഗ്രഹമാണെങ്കിൽ അതിന് വിചാരണയുണ്ടാകും, ചോദ്യം ചെയ്യപ്പെടും. പരലോക നാളിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും, വിചാരണ ഉണ്ടാകും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയകൾ, ഇതെല്ലാം നിയമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ നിയമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും. അത് ഹറാമിനാണോ, ഹലാലിനാണോ, നന്മയ്ക്കാണോ, എന്തിനാണോ ഉപയോഗിച്ചത് എന്ന് കൃത്യമായ വിചാരണകൾ ഉണ്ടാകും. അപ്പൊ ഇത് കയ്യിലുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് ചില വചനങ്ങൾ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവല്ല എന്നൊരു ബോധമാണ്. അലം യഅലം ബിഅന്ന അല്ലാഹ യറാ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ലേ? ഈ വചനവും നമുക്ക് ഓർമ്മ വേണം. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന വചനവും നമുക്ക് ഓർമ്മ വേണം. യാത്രകളിലാണെങ്കിൽ, സ്വകാര്യമായി മുറികളിൽ ഇരിക്കുകയാണെങ്കിലും, മറ്റാരുമില്ലെങ്കിലും ആ സ്ക്രീനിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിപ്പിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മെ അറിയുന്നു. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കുന്നു എന്നൊരു ഓർമ്മ മുസ്ലിമിനുണ്ടാകണം. അതിൽ നമ്മൾ ഒരു നിമിഷം പോലും വിട്ടുപോകാൻ പാടില്ല. സ്വാഭാവികമായും നമുക്കത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിക്ക് തിരിക്കാൻ കഴിയും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കുകൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ഷെയർ ചെയ്യുന്ന ആശയങ്ങൾ, സന്ദേശങ്ങൾ അള്ളാഹുവിന് പൊരുത്തമുള്ളതാണോ എന്ന് 100 വട്ടം നമ്മൾ ആലോചിച്ച് ചെയ്യും. ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നോക്കിക്കാണാൻ പ്രിയപ്പെട്ടവർ നമുക്ക് കഴിയണം. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ നമുക്ക് കൈവരും എന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിലൂടെ ഒരു വചനം, 2 വചനങ്ങൾ ശ്രദ്ധേയമാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ, മനുഷ്യർ, ആ ആളുകൾ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ, അതിനെതിരായി കൊണ്ട് അവർക്കെതിരിൽ അവരുടെ നാവുകൾ, അവരുടെ കൈകാലുകൾ സാക്ഷ്യം വഹിക്കും. കണ്ടത്, കേട്ടത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, ഇതിനെതിരെ എല്ലാം സാക്ഷ്യമുണ്ടാകും. ഈ വചനം കേൾക്കുന്ന നമുക്ക് കൃത്യമായി ഒരു ഈമാൻ അവിടെ ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന, കാണുന്ന, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ
സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, യൗമഇദി യുവഫീഹിമുല്ലാഹു ദീനഹുൽ ഹഖ്. അന്ന് പരലോക നാളിൽ യഥാർത്ഥ പ്രതിഫലം അല്ലാഹു സമ്പൂർണ്ണമായി അവർക്ക് നൽകും. നമ്മൾ ഉപയോഗിച്ചിരുന്ന നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ കൃത്യമായ പ്രതിഫലം നമ്മൾ രേഖപ്പെടുത്തും. നല്ലതെങ്കിൽ നല്ലത്, തെറ്റായ വഴിക്കാണെങ്കിൽ അതിനനുസൃതമായ പാപം, കുറ്റം അതിന്റെ വിഹിതമായിരിക്കും പരലോകത്ത് ലഭിക്കുക. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു സമൂഹ മാധ്യമം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത് വളരെ സവിസ്തരം പറയേണ്ട ഒരുപാട് മേഖലകൾ, അപകടങ്ങൾ പതിയിരിക്കുന്ന, ചതിക്കുഴികൾ ഒളിച്ചിരിക്കുന്ന പല രംഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമയം, ആയുസ് വളരെ വിലപ്പെട്ടതാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന നമ്മുടെ സമയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര മണിക്കൂറുകളാണ്. ചിലപ്പോൾ ഹ്രസ്വമായ ചിത്രങ്ങൾ, ഷോർട്സുകളും റീൽസുകളും, അതിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഒരു യാത്ര 5 മണിക്കൂറുള്ള ഒരു യാത്രയിൽ നമ്മൾ എത്ര സമയമായിരിക്കും ഈ മൊബൈലിന്റെ മുന്നിൽ, ഈ ഫോണിന്റെ മുന്നിൽ നമ്മളിരിക്കും? എത്ര ചിത്രങ്ങളാണ് നമ്മൾ കണ്ട് കണ്ണറിഞ്ഞു പോകുന്നത്. ചിലപ്പോൾ ഒരു അറിവും നമ്മൾ നേടിയിട്ടുണ്ടാകില്ല, നമുക്കൊരു ഉപകാരവും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്തൊക്കെയോ കാഴ്ചകൾ, വിവരമില്ലാത്ത ജാഹിലികൾ വളച്ചുവിടുന്ന ചില ചിത്രങ്ങൾ, കോമഡികൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാകും. ഇന്ന് പുതിയ പഠനങ്ങൾ പറയുന്നത് ഹ്രസ്വചിത്രങ്ങളിൽ സമൂഹം വെറുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. കാരണം അതിലൂടെ അവർക്ക് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ ആളുകൾ സമയലാഭത്തിന് വേണ്ടിയാണ് വലിയ മണിക്കൂറുകളുള്ള വീഡിയോകളൊന്നും കാണാതെ ചെറിയ ചെറിയ ഷോർട്സുകൾ കാണുന്നത്. പക്ഷെ അത് വിരസതയാണ്. കുറെ കഴിയുമ്പോൾ വിരസതയാണ്. മനുഷ്യന് വിജ്ഞാനം അത് പകരുന്നില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാണ്. ഇത് വിശ്വാസി ചിന്തിക്കണം. സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും കൊണ്ട് നമുക്ക് ഒരിക്കലും വാങ്ങിയെടുക്കാൻ കഴിയില്ല. റുപ്പീസും ഡോളറും കൊണ്ട് വിലക്കെടുക്കാൻ കഴിയുന്നതല്ല സമയം. അത് മനുഷ്യൻ എല്ലാവർക്കും അല്ലാഹു തആല തന്നതാണ്. അത് നഷ്ടമായി തിരിച്ചു പിടിക്കാൻ കഴിയില്ല. നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം വിശുദ്ധ ഖുർആനിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിരുന്നെങ്കിൽ ഖത്മ് തീർന്നേനെ. ഖുർആനിന്റെ ഖത്മ് നമുക്ക് തീർക്കാൻ കഴിയും. അതുകൊണ്ട് എത്ര മണിക്കൂറാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ ഉപദേശിക്കാറുള്ളത് പോലെ ഒരു സമയം നിശ്ചയിക്കാൻ നമുക്ക് കഴിയണം. സമയം നിശ്ചയിച്ച് ആ സമയത്തിൽ ഇതിൽ ഇടപെടാനും ശ്രദ്ധിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിവേഗം അപ്ഡേഷനാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ കണ്ടൊരു കാര്യമായിരിക്കും ഉച്ചയ്ക്ക് വൈകിട്ടോ ഒരു വാർത്ത ആണെങ്കിൽ 2 ദിവസം ഉപയോഗിക്കാതിരുന്ന നമ്മൾ പഴഞ്ചനായി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരുന്ന 2 ദിവസം ഉപയോഗിച്ചിരുന്നാൽ നമ്മൾ പിന്നോട്ട് വരുന്നതാണ്. അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളെ നമ്മൾ പിന്തള്ളപ്പെടുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് എന്താണ് പരിഹാരം? വിശ്വാസി ഇത് രണ്ടിനും ഇടയിലാണ്. അവന്റെ സമയനഷ്ടത്തിനും കാര്യങ്ങളെക്കുറിച്ചുള്ള, സമൂഹത്തെക്കുറിച്ചുള്ള ധാരണയ്ക്കും മധ്യയാണ്. അപ്പോൾ അതിനാണ് കൃത്യമായ ഒരു സമയം ഷെഡ്യൂൾ ചെയ്ത് അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതെ അത്യാവശ്യം വേണ്ടതിൽ ശ്രദ്ധിക്കുക എന്നത്. ഇതിനെല്ലാം നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ തൗഫീഖ് കൂടിയേ മതിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ ഒരു ആദമിന്റെ മകൻ, മനുഷ്യന്റെ കാൽപാദം പരലോകത്ത് ചലിക്കില്ല എന്ന്. അതിലൊന്ന് അൻ ഉംരിഹി ഫീമാ അഫ്ന, തന്റെ ആയുസ്സാണ്. എവിടെ ചെലവഴിച്ചു? ആയുസ് എവിടെ ചെലവഴിച്ചു? നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ്. നമ്മുടെ വയസ്സ് കഴിഞ്ഞു പോകുന്നത് സമയത്തിലൂടെയാണ്. അതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി കൊടുക്കാതെ കാൽപാദം ചലിക്കില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഗൗരവത്തിൽ ഈ വിഷയം കാണാം. ഇത് സാർവത്രികമാണ്. ഇന്ന് പ്രായഭേദമന്യേ ചെറുപ്പക്കാരിലും മുതിർന്നവരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും പണക്കാരിലും പാവപ്പെട്ടവരിലൊക്കെ ഇത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആളുകളൊക്കെ ഒരുതരം ഉന്മാദത്തിലാണ്, ഇതിന്റെ ഒരു ലഹരിയിലാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ ഹക്കും ബാത്തിലും വേർതിരിക്കാൻ മനുഷ്യർക്ക് കഴിയണില്ല. ഇതിൽ സമയങ്ങൾ, മണിക്കൂറുകൾ ഒരുപാട് ചെലവഴിച്ചു. നന്മയുടെ സദസ്സിൽ പോലും, അറിവിന്റെ സദസ്സിലുകൾ പോലും
ചിലയിടത്തൊക്കെ ജുമാ ഖുതുബയിൽ വന്നിരുന്നാലും ഇതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയോ, അല്ലാഹു തആല ഫർളാക്കിയ ജുമാ ഖുതുബയ്ക്ക് അതിന്റെ വേദിയിൽ ഇമാമ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ, മതോപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കെ ഇതിന്റെ പിന്നിൽ ഇതിലേക്ക് സമയം അതിൽ ചെലവഴിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. എന്ത് വലിയ അപകടമായിരിക്കും അത് ആലോചിച്ചു. അപ്പോൾ എല്ലാവർക്കും തിരക്ക് വന്നത് എങ്ങനെയാണ് ആലോചിച്ചു. തിരക്ക് എന്ന് പറയും. അറിവിന്റെ സദസ്സിലേക്ക്, വിജ്ഞാനത്തിന്റെ ഒരു സദസ്സിലേക്ക് ക്ഷണിച്ച തിരക്കാണ്. എങ്ങനെ തിരക്ക് വന്നത്? ഇതിന്റെ അമിതമായ ഉപയോഗമാണ്. പറയുന്നു, ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല. എങ്കിലും ഇതിന്റെ ഒരു വശം തിരക്ക് വന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത കിട്ടാം, ഒരു മരണ വാർത്ത കൂടി എത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടാം, അല്ലെങ്കിൽ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കിട്ടാം. നമ്മുടെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ, അവിടുത്തെ പ്രശ്നം ഒക്കെ ഇങ്ങനെ ഫോൺ കോളിൽ വരും, അല്ലെങ്കിൽ മെസ്സേജുകളിൽ വരും, വാട്സാപ്പിലും ഫേസ്ബുക്കിലൂടെ വരും. അപ്പൊ നമുക്ക് തിരക്ക് കൂടിയത് ഇതുകൊണ്ടാണ്. ഇതില്ലെങ്കിൽ നമ്മൾ ഒരു സദസ്സിൽ ഇരിക്കാൻ നമുക്ക് കഴിയും. ഒരു മണിക്കൂർ വിജ്ഞാനത്തിന്റെ സദസ്സിൽ പലർക്കും കഴിയണില്ല, ഖുർആൻ ഓതാൻ കഴിയണില്ല, നന്മകളിൽ ഭാഗമാക്കാൻ കഴിയുന്നത്. ഈ തിരക്ക് കൂട്ടിത്തന്നതും ഇത്തരം അനുഗ്രഹങ്ങളാണ് എന്ന ഒരു ബോധം കൂടി നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ സഹോദരങ്ങളിൽ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും നല്ലത് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മെസ്സേജ്, നമ്മളൊരു സന്ദേശം ഒരാൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കൈമാറുമ്പോൾ അത് നല്ലതായിരിക്കണം, ഖൈറുള്ളതായിരിക്കണം. കുറഞ്ഞ പക്ഷം അത് അനുവദിക്കപ്പെട്ടതെങ്കിലും ആകണം. ഹറാമാകാൻ പാടില്ല. അവരെ അപകീർത്തിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ, സന്ദേശങ്ങൾ നമ്മൾ അയക്കാൻ പാടില്ല. മറ്റുള്ളവരെ പരിഹസിച്ചും ഇകഴ്ത്തിയും തന്റെ സഹോദരന്റെ മനസ്സിനെ വ്രണപ്പെടുത്തിയും കൊണ്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് ഒരിക്കലും പാടില്ല. ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയും, ഒരു വ്യക്തിയെ വളഞ്ഞാക്രമിക്കുന്ന ചില സ്വഭാവം. എന്നാൽ ആക്രമണം എന്നുള്ളത് പല രൂപത്തിലാണ്. വാക്കുകൾ കൊണ്ട്, ചില ഇമോജികൾ പോലും മനുഷ്യന്റെ മനസ്സിനെ വ്രണപ്പെടുത്തും. ചില ഇങ്ങനെ ചിത്രങ്ങൾ അത് ഇടുമ്പോൾ തന്നെ ആളെ ലഭ്യനാക്കലാണ്. അപ്പോൾ തന്റെ സഹോദരന്റെ മനസ്സ് അതിലൂടെ നോക്കുന്നുവെങ്കിൽ അത് നമുക്ക് പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതനാണോ ആ വ്യക്തിയാണ് മുസ്ലിം. അവനെ മുസ്ലിം എന്ന് അവകാശപ്പെടാൻ കഴിയും. മറ്റുള്ളവർ തന്റെ നാവിൽ നിന്ന് സേഫല്ലെങ്കിലും, നാവ് എന്ന് പറഞ്ഞാൽ നാവ് പറയേണ്ട കാര്യമാണെങ്കിൽ ഈ ചിത്രങ്ങളായി, ഈ സന്ദേശങ്ങളായി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇത് സംസാരത്തിന് തുല്യമാണ്. എന്തൊരു വാചകം പുറപ്പെടുവിച്ചാലും, അത് എഴുത്താണെങ്കിലും സംസാരമാണെങ്കിലും, തയ്യാറായ അതെല്ലാം രേഖപ്പെടുത്തുന്ന മലക്ക് ഹാജരായിരിക്കും, അവിടെ പ്രസന്റിലുണ്ട്. ഇത് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓർമ്മ വേണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പരദൂഷണത്തിനും ഏഷണിക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കരുതെന്ന് പറഞ്ഞൊരു കൂട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇ ബിനമീം. അതാണ് അനുസരിക്കരുത് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമീമത്തുമായി നടക്കുന്ന ആളുകളെ അനുസരിക്കുന്നത്. എന്താ നമീമത്ത്? കുറച്ച് ആളുകൾക്കിടയിൽ ഉദ്ദേശം ഉണ്ടാക്കുക. അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം വേറെ ഇപ്പുറത്ത് വന്ന് ആളുകൾ ചിലപ്പോൾ ചർച്ച ചെയ്ത് അവരെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മൾ എത്രയും കാണുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ആദാബുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വ്യക്തികൾ തമ്മിൽ അകലാൻ നമ്മുടെ സന്ദേശങ്ങൾ കാരണമാകരുത്. വ്യക്തി വൈരാഗ്യം ഉടലെടുക്കരുത്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾ ആ ഗ്രൂപ്പിലേക്ക് ദൈവത്തിന്റെയോ നമീമത്തിന്റെ പ്രശ്നത്തിന്റെ ഗ്രൂപ്പാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്താൽ നമ്മളെ പിടിച്ച് ആഡ് ചെയ്താൽ നമ്മൾ ലെഫ്റ്റ് അടിക്കണമെന്നാണ് ഈ ആയത്തിന്റെ സന്ദേശം. അനുസരിച്ചു പോകരുത്, അവരെ പിന്തുടരരുത്. അള്ളാഹു പറഞ്ഞാണ്. നമീമത്തിന്റെയും ഹമ്മാസ്, മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന, അതാണ് ഹമ്മാസിൻ. മനസ്സിനെ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്ന ഹമ്മാസിൻ മശാഇ ബിനമീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമീമത്തുമായി നടക്കുന്നവർ, അവരെ പിന്തുടരരുത്. ഇതെത്ര കൃത്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോവുക.
അതങ്ങനെ തന്നെ പറയാം. അതിൽ നിന്നൊരു മത്സരത്വമില്ല. നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകളാണെങ്കിൽ ചർച്ചകളാണെങ്കിൽ ഇറങ്ങിപ്പോവുക, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ അമലുകൾ ഹസനാത്തുകൾ നഷ്ടപ്പെടും. ഇതില്ലാതെ സോഷ്യൽ മീഡിയ ഇല്ലാതെ പറഞ്ഞാൽ ഗീബത്ത് പറയുമ്പോൾ 400 പറയുമ്പോൾ 2 പേരോട് പറയും, 3 പേരോട് പറയും, കുറെ കഴിയുമ്പോൾ എടുക്കും. പക്ഷെ ഒരു ഗീബത്ത് 500, 600, 1000 ആളുകളുള്ള ഒരു ഗ്രൂപ്പിലെടുത്തിട്ടാലും എത്ര ആളുകളിലാണ് നമ്മൾ ഗീബത്ത് പറഞ്ഞത്? എത്ര ആളുകളിലാണ് അവരുടെ പ്രശ്നമുണ്ടാക്കുന്ന ഗനീമത്തുകൾ ശേഖരിക്കുന്നത്? അത് ചെറുപ്പപ്പെട്ടത് നമുക്ക് പെട്ടെന്ന് കഴുകിക്കളയാൻ കഴിയുമോ നമ്മുടെ കൈ ഇത്തരം വലിയ അപകടങ്ങളിൽ ചെന്നുപെട്ടാൽ? അതുകൊണ്ട് വളരെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. തമാശയ്ക്ക് പോലും നമ്മൾ കളവ് പറയുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നുണ്ടാകരുത്. അവരവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത്. ഗീബത്ത് പറയരുത്. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തും. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ ശവശരീരത്തിൽ നിന്ന് മാംസം ഭക്ഷിക്കുന്ന, പച്ച മാംസം അങ്ങനെ ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്? ഒരു മനുഷ്യനും കഴിക്കില്ല. നല്ല നരഭോജികൾ കഴിക്കുമെന്നല്ലാതെ മനുഷ്യരുമായി സഹവസിക്കാത്ത വല്ല ആളുകളും കഴിക്കുമെന്നല്ലാതെ ഒരു മനുഷ്യന്റെ മാംസം കഴിക്കാൻ ചിത്രത്തിലുള്ളവന് കഴിയൂല. പക്ഷെ അതുപോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മേച്ചമാണ് ഗീബത്ത് പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറത്തുൽ ഹുജറാത്തിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായി സഹോദരന്റെ അശ്ലീലതകൾ, നഗ്നതാ പ്രദർശനമുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കരുത്. അശ്ലീലതകളുള്ളത് ചിലപ്പോൾ ഒരു തമാശയായിരിക്കാം, ഒരു ജോക്ക്, മറ്റുള്ളവരെ ചിരിപ്പിക്കുക. അതിന് വരുന്നത് ഒരു പെണ്ണിന്റെ ഔന്നത്യം മറയ്ക്കാത്തതായിരിക്കും. എങ്ങനെ നമുക്കത് കാണാൻ പറ്റും? അത്യാവശ്യം ഈ വാർത്തകളോ മറ്റാണെങ്കിൽ അത് കണ്ണു താഴ്ത്തണം. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. സത്യവിശ്വാസികളോട് പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ. നമുക്കതിന്റെ ആവശ്യം തന്നെ ഇല്ല. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു മെസ്സേജ് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ, അതിൽ പക്ഷെ പെണ്ണുണ്ട്, അന്യ സ്ത്രീയാണ്, അവിടെ ചൂട് ചോപ്പിച്ചും കുട്ടി അടിച്ചൊക്കെ മുന്നിൽ വരും. അത് നോക്കിക്കൊണ്ട് രസിച്ചോണ്ടിരിക്കാൻ നമുക്ക് അനുവാദമില്ല. ആരാ പറഞ്ഞത് അനുവാദം? ഹറാമാണ്. ദൃഷ്ടി താഴ്ത്തണം. കേൾക്കേണ്ടി വന്നാൽ ആ ശബ്ദം മാത്രം, ഒരു അത്യാവശ്യ കാര്യമാണെങ്കിൽ ശബ്ദം മാത്രം നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആളുകൾ ഇതൊക്കെ രസിച്ച് സുഖിച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, പാടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ സകല തെളിമ നിലനിൽക്കുന്നത് കണ്ണ് താഴ്ത്തുന്നതല്ല. പറഞ്ഞു സൂറത്തുൽ നൂർ, അവരുടെ ഹൃദയങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായിട്ടുള്ളത് ഭയഭക്തി കിട്ടാൻ, തഖ്വ കിട്ടാൻ, അത് കണ്ണും ഇതും തമ്മിൽ വലിയ കണക്ഷനുണ്ട്. ഇത് മോശമായാൽ മനസ്സ് ദുഷിക്കും എന്നത് തീർച്ചയാണ്. സഹോദരങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കുക. നഗ്നതയുള്ളത് അവിടുത്തെ സ്ത്രീകൾക്കും പാടില്ല. സൂറത്തുൽ നൂറിൽ ഞാൻ ഇപ്പൊ ഓതിയ ആയത്തിന്റെ തൊട്ട് താഴെ പറഞ്ഞു, സ്ത്രീകളോടും പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ. സ്ത്രീകൾക്ക് തെറ്റായ ആശയങ്ങൾ വരുന്നത് നോട്ടത്തിലൂടെ അല്ലെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ നോട്ടത്തിലൂടെ ശഹ്വത്ത്, വികാരം ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾക്ക് നോട്ടത്തിലൂടെ ഉണ്ടാകില്ലെങ്കിലും പക്ഷെ നോട്ടമാണ് വിചാരത്തിന് നൽകുന്നത്, ചിന്തയെ. സ്ത്രീകൾക്ക് ചിന്തയിലൂടെയാണ് വികാരം ഉദ്ദീപിക്കപ്പെടുന്നത്. പക്ഷെ ചിന്ത വരണമെങ്കിൽ എന്ത് വേണം? കാണണം, കാഴ്ചയുണ്ടാക്കണം. കണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതും പറഞ്ഞത്, സ്ത്രീകളോട് താഴ്ത്താൻ പറഞ്ഞത്. പ്രത്യേകിച്ച് വികാരത്തോടു കൂടി സ്ത്രീകൾക്ക് നോക്കാൻ പാടില്ല. ചില കാര്യങ്ങളിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് കഴിഞ്ഞാൽ സ്ത്രീകളും ദൃഷ്ടി താഴ്ത്തുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. അതുപോലെ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കുന്നു. ബന്ധങ്ങൾ തകരാതിരിക്കുവാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എത്ര വിദൂരത്തുള്ളവരുമായും നമുക്ക് ബന്ധം ചേർക്കാൻ കഴിയും ഈ അനുഗ്രഹം ഉപയോഗിച്ച്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ പോലും ബന്ധമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കുടുംബബന്ധം, വലിയ സുഹൃത്ത് ബന്ധം, ഇതൊന്നും വിള്ളൽ വീഴരുത് ഇതിന്റെ ഉപയോഗത്തിലൂടെ. നമുക്ക് വിദേശത്തുള്ളവരോ സ്വദേശത്തുള്ളവരോ എവിടെയുള്ളവരാണെങ്കിൽ നമുക്ക് സലാം പറയാനും ബന്ധം പുതുക്കാനും കാണാനൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇടപെടുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരോട് ബന്ധം പുതുക്കാൻ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇത്രയും അതിപ്രസരണം, സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരണം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ യാത്ര ചെയ്യാൻ നല്ലൊരു സഹയാത്രയെ നമുക്ക് കിട്ടും. നമ്മുടെ അടുത്ത സീറ്റിലിരിക്കുന്ന ട്രെയിനിലോ ബസ്സിലൊക്കെ ഇന്ന് കിട്ടാറുണ്ട്. അങ്ങനെ അപൂർവമല്ലേ?
എന്നാൽ എല്ലാവരും കുനിഞ്ഞ് സ്ക്രീനിന്റെ മുന്നിലാണ്. എങ്ങനെയാണ് പരിചയപ്പെടാം, ഇങ്ങനെ ബന്ധപ്പെട്ട ചിലരെ കുറിച്ച് പറഞ്ഞ ചില ഒരു യാത്രയിൽ പരിചയപ്പെട്ട സുഹൃത്ത് വർഷങ്ങളോളം പിന്നെ മരണം വരെ സുഹൃത്തുക്കളായവരൊക്കെയുണ്ട്. നല്ല ബന്ധങ്ങൾ കിട്ടിയവരുണ്ട്. പക്ഷെ ഇത് ബന്ധം സ്ഥാപിക്കാൻ തന്നെ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും പിന്നെ ഹോട്ടലുകളിൽ പോയാലും ബസ്സിലും ട്രെയിനിലും എല്ലാം എല്ലാവരും ഇതിന്റെ മുന്നിലാണ്. തലമുടി ചിരിപ്പാണ്. അപ്പം ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് അവിടെ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയും. അറബിയിൽ പറയുന്നതിന്റെ വസായിലും തവാസുൽ എന്നാണ്, പരസ്പര ബന്ധത്തിനുള്ള മീഡിയ എന്നാണ്. പക്ഷെ ഇത് ബന്ധവിച്ഛേദനത്തിനാണ് കാരണമാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതെല്ലാം പ്രത്യേകം. ബന്ധങ്ങൾ ഒരിക്കലും തകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലർക്ക് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ പിന്നെ ചിലതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടതായി മുഖഭാവം നടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ബന്ധുക്കളോ ബന്ധപ്പെട്ടവരോ വന്നാൽ തന്നെ ഞാനൊന്നും കണ്ടില്ല എന്ന് മുഖഭാവം നടിക്കാൻ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഇസ്ലാമികമായി തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ സഹോദരന്റെ മുന്നിൽ പ്രസന്നവദനായി മുഖശോഭയോടുകൂടി കാണൽ പോലെ നമുക്ക് സ്വതക്കെയാണെന്ന് പറഞ്ഞത്. ഇതിന് നമ്മൾ തലതാഴ്ത്തിയിരിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അകൽച്ച ഒരിക്കലും ഉണ്ടാകരുത്. മാത്രമല്ല ഈ സന്ദേശങ്ങൾ വാട്സാപ്പിൽ മറ്റേ അയക്കുമ്പോൾ പ്രതികരണം വൈകിയാൽ പ്രതികാരം എടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. പ്രതികരണം വൈകിയാൽ പ്രതികാരം എടുക്കരുത്. ചിലപ്പോൾ ഒരാളൊരു സന്ദേശം അയച്ചാൽ അയാൾക്ക് തിരക്കുള്ളത് കൊണ്ട് കാണാത്തതാകും, അല്ലെങ്കിൽ മറുപടി തരാൻ വൈകിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾ പ്രബോധകന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. പറയാതിരിക്കാൻ വയ്യ. ചില ആളുകൾ സംശയം ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യമായിരിക്കും. അത് പഠിക്കേണ്ടി വരും. നോക്കി നമുക്ക് മറുപടി തരാൻ പറ്റുള്ളൂ. മറുപടി കണ്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഒരു പരിഭവം. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ മെസ്സേജ് അയച്ചാലും തിരിച്ച് അത് നോക്കാത്ത ആളുകളുണ്ട്, തിരിച്ച് പ്രതികരിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അത് ഒരു ശരിക്കും ഒരു വിശ്വാസിക്ക് ചേർന്ന ഒരു ഗുണമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് തക്കതായ രൂപത്തിൽ നമ്മുടെ സഹോദരൻ നമ്മൾ കൊടുക്കണം. അങ്ങനെ തിരക്കിലായി പോയി കാണും, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാകും. ചില ആളുകൾ നേരെ തിരിച്ചുണ്ട്. കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, മുങ്ങുന്നവർ. ഇന്നാണെങ്കിൽ പിന്നെ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാനുള്ള സൂത്രപ്പണികളുണ്ട്, അല്ലേ? എന്നാലും നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ സഹോദരൻ ആ രണ്ട് നീലത്തിക്ക് കാണുമ്പോൾ മനസ്സിലൊരു വാർത്താണ്. രണ്ട് നീലത്തിക്ക് അതുപോലെ ഒളിപ്പിച്ചേക്കാനുള്ള സൂത്രപ്പണികളുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ മാനസികമായി, ഇതൊരു ഇസ്ലാമിക വശമാണ് ഞാൻ പറയുന്നത്. ഒരു സഹോദരന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുക നമുക്ക് അനുവദനീയമല്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു തന്റെ സഹോദരനുമായി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിടുന്ന ഒരു ഇമോജി ആയിരിക്കും അവന് പ്രശ്നം, ബുദ്ധിമുട്ടുണ്ടാക്കുക. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകൂല. ആളെ കൊച്ചാക്കും പോലെയാണ്, ആളെ ലിപിനാക്കും പോലെയാണ്. അവന് പറ്റിയൊരു അബദ്ധമായിരിക്കും ചിലപ്പോൾ. നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ല. ചില സന്ദർഭങ്ങളിൽ താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സന്ദർഭം പരിഗണിച്ചിട്ട് വേണം പരിഹാസങ്ങൾ, തമാശകൾ ചെയ്യേണ്ടത്. ഒരാളെ വേദനിപ്പിക്കുന്നത് കണ്ടാൽ നമുക്കത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഇത്തരം ദൂഷ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ എന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആധുനിക സംവിധാനം, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ഇവരുടെയൊക്കെ അനുഗ്രഹത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുമ്പോൾ വരുന്ന പാളിച്ചകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. നമ്മളിതെല്ലാം കൃത്യമായി സൂക്ഷിച്ചു വേണം ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ. എന്ന് വെച്ചാൽ വലിയ അപകടമാണ്. പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്ത വലിയ ദൂഷ്യങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഞാനത് സൂചിപ്പിച്ചു. മറ്റു ചിലത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അനാവശ്യമായ തർക്കങ്ങൾക്ക് ഈ അനുഗ്രഹത്തെ പലരും ഉപയോഗപ്പെടുത്താം. അനാവശ്യമായ തർക്കം ചില ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഇനിയിപ്പോൾ മതവിഷയങ്ങളാണെന്ന് ആലോചിച്ചത്, പണ്ഡിതന്മാർ ഗഹനമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ സാധാരണക്കാരിൽ ഉണ്ടാക്കി തർക്കിക്കാം. എന്ത് ഗുണമാണ് അതിനുള്ളത്? എന്ത് റിസൾട്ടിൽ അത് എത്താം? അജ്ഞതയും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലാതെ, അജ്ഞതയും ഏറ്റുമുട്ടൽ എന്താ?
മറ്റേതജ്ഞത, വിവരക്കേട്. ഇത് വലിയ ദോഷമാണ്. ദീനിനെ അങ്ങനെ നമ്മൾ ചെറുതായി കാണുന്നത്. നമുക്ക് എല്ലാവർക്കും കയറി ഡിബേറ്റ് നടത്താൻ പറ്റുന്ന സാധനമല്ല ദീൻ. അറിവുള്ളവർ പോലും ഭയപ്പെടുന്ന ഒരു വിഷയം. മതവിഷയങ്ങൾ സംസാരിക്കുക, തർക്കിക്കുക, തർക്കം നടത്തുക. തന്റെ പ്രതിയോഗിയെ അടിച്ചിരുത്താൻ, പരാജയപ്പെടുത്താൻ ചിലപ്പോൾ തെളിവോ അതിന്റെ ശരിയായ ഇസ്ലാമിക വശം അറിഞ്ഞില്ലെങ്കിലും ഇപ്പൊ രക്ഷപ്പെടാൻ പറഞ്ഞൊപ്പിക്കുക. ഇതൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രസരിക്കുക, വ്യാപിക്കാം. എത്ര അമലാണ് നമുക്ക് നഷ്ടപ്പെടാം, എത്ര പാപമാണ് അതിലൂടെ നമുക്ക് സമ്പാദിക്കപ്പെടാം. നമ്മളില്ല പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം തർക്കങ്ങൾ ഒഴിവാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ പഠിപ്പിച്ചത് അനസഇഉ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ. തർക്കിക്കാൻ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടി അള്ളാഹുവിന് വേണ്ടി തർക്കം ഒഴിവാക്കിയുള്ള സ്വർഗത്തിന്റെ ലോകത്തിൽ ഭവനം, വീടുണ്ടെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തർക്കങ്ങളുടെ വേദിയല്ലേ സോഷ്യൽ മീഡിയ. ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. തർക്കത്തിന്റെ അരങ്ങുകൾ, അജ്ഞത കൊണ്ട് തർക്കിക്കുക, ഇതൊക്കെ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിത്നയുടെ കാലമാണ്, ഇതിൽ പല തരത്തിലുള്ള. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. നമുക്കത് വേണ്ട, ഉപയോഗിക്കുക. പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി നമ്മൾ മനസ്സിലാക്കിയാൽ ഉലമാക്കൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉലമാക്കളുടെ സംസാരം നമുക്ക് അവർക്ക് കൊടുക്കാം. ഖലാസ്, നമ്മളെ തടി തപ്പി നമുക്ക് ദഅവത്ത് ചെയ്യുക എന്ന ബാധ്യത അവിടെ തീർന്നു. അറിവുള്ളവരുടെ സംസാരം നമ്മൾ കൊടുത്താൽ തന്നെ മതി. പലരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ വിജ്ഞാനമെന്ന് പറയുന്നത് അജ്ഞത കലർന്നതായിരിക്കും. പണ്ഡിതന്മാർ മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ പദപ്രയോഗങ്ങൾ പോലും അവർ ശ്രദ്ധിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെയാണ് കഴിയുക? പദപ്രയോഗങ്ങളിലെ സൂക്ഷ്മത പോലും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലെ ആധികാരികത മുഖ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യനെ കള്ളം പറഞ്ഞതായിട്ട് മതി അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ ഷെയർ ചെയ്യാം. ഇതിനെ വേണ്ടത് വന്നതൊക്കെ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പെണ്ണാകണമെന്നില്ല. മിന്നുന്നതൊന്നും പെണ്ണല്ല എന്ന് പറയുന്നത് പോലെ വായിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സാഹിത്യമാണ്. പക്ഷെ അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. കിട്ടുന്ന സന്ദേശങ്ങളുടെ ആധികാരികത, അതിന്റെ സോഴ്സ് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് അവന്റെ വായിൽ നിന്ന് പിന്നിലേക്ക് ഇങ്ങനെ വലിക്കും, കീറും. മൂക്കിൽ നിന്നും പിന്നിലേക്ക്, കണ്ണിൽ നിന്നും കീറുന്നു. എന്നിട്ട് തിരിച്ച് ഇടതു ഭാഗത്തേക്ക് വന്ന് അതുപോലെ ചെയ്യും. അതങ്ങനെ കീറുമ്പോൾ ഇവിടെ കൂടും. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യനാൾ വരെ. ബർസഖ് എന്താണ് അങ്ങനെ ശിക്ഷ കിട്ടാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറഞ്ഞു, ഫഇന്നഹു റജുലു യഖുദു മിൻ ബൈതി, ഈ വ്യക്തി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഫയക്ലിബുൽ കദ്ബ തംലുൽ ആഫാ, ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ വ്യാപിക്കുന്ന ഒരു കളവങ്ങ് പടച്ചുവിടും. ഒരു കളവ് ലോകത്ത് അഷ്ടദിക്കുകളിൽ വ്യാപിക്കുക. ഇത് ഇന്നത്തേക്കാൾ ആപ്റ്റാകുന്ന ഏതൊരു കാലമാണ് ഈ ഹദീസ്. ഒരു കളവ് പടച്ചുവിട്ടാൽ ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ വ്യാപിക്കാനുള്ള ശക്തി ഏത് കാലഘട്ടത്തിനാണ്? ഇന്നത്തെ കാലഘട്ടത്തേക്കാൾ കഴിഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ്. ഒരു സന്ദേശം, ഒരു നുണ അടിച്ചു വിട്ടാൽ മതി, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അതെത്തി 1000 10,000ങ്ങളിലേക്ക്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക്. ഇത് യാഥാർത്ഥ്യമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ബുഖാരി സഹീഹ് രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആധികാരികത ഒരു വിഷയമാണ്. ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ കയറിക്കുന്നതിനേക്കാൾ നല്ലത് ഷെയർ ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിക്കാം, ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പാടുണ്ടോ? എന്തെല്ലാം പൊട്ടത്തരമാണ് ആളുകൾ. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരാണ് പ്രിയപ്പെട്ടവർ. ഒരു ചില വയസ്സായ ആളുകൾ ഇത് ചോദിച്ചിട്ട് പെരുമ്പാമ്പ് ആനയെ വിളിക്കുന്നതാണ് ഒരു തമാശയ്ക്കാണ്. പെരുമ്പാമ്പ് ആനയെ വിളിക്കുന്നത് എന്താണ്? പാവം യൂട്യൂബിൽ കണ്ടപ്പോൾ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ആദ്യം കൊടുക്കുന്ന സ്ക്രീനിൽ ഒരു ചിത്രമാണ് പെരുമ്പാമ്പ് ആനയെ വിളിക്കുന്നതായിട്ട്.
അതൊരാശയമായിട്ട് മാറ്റി. എങ്ങനെയാണ് അസാധ്യമായ കാര്യം? ഇതുപോലെ ഇങ്ങനെയാണ് എല്ലാ ആളുകളിലും ബുദ്ധിയുള്ളവരിലും വിദ്യകളിലൊക്കെ ഈ സാധനം എത്തിയപ്പോ അവരുടെ ചിന്തകളൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ കേറി പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തകൂനു ഉജുലൻ മദായി അബ്ദുൻ. നിങ്ങൾ ഒരിക്കലും തിടുക്കം കാണിക്കുന്ന ആളുകളാകരുത്. കിട്ടുന്ന വാർത്തകൾ അതിവേഗം വ്യാപിപ്പിക്കുവാൻ, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാകരുത്. 14 നൂറ്റാണ്ട് മുമ്പ് ഒരു മഹാന്റെ വാക്കാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്ര സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അതെല്ലാം നമ്മുടെ വ്യക്തിത്വം എല്ലാം ഇതിന് നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചത്. മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വം കളയുന്ന ഒന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകരുത്. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ മുഖചിത്രം, പ്രൊഫൈൽ പിക്ചറുകൾ, ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇളിഭ്യനാകുന്നോ എന്ന് നോക്കാം. ഇല്ലാത്ത സൗന്ദര്യ പ്രകടനം, അല്ലെങ്കിൽ നമ്മുടെ രൂപത്തെ കോട്ടി മാറ്റുക, അതൊക്കെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുക, നമ്മുടേതല്ലാത്ത രൂപമാക്കി മാറ്റുക, എന്നിട്ട് അത് പ്രദർശിപ്പിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കാനുള്ള ഹാസ്യ കഥാപാത്രങ്ങളാകുന്നു എന്നല്ലാതെ അതിലെന്താണ് ഗുണം? നമ്മുടെ മുറുകത്ത് ഒരു മനുഷ്യന് വ്യക്തിത്വം എന്നൊരു സംഗതിയുണ്ട്, അത് പോകും. എങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മളൊക്കെ അത് മാറ്റിയിട്ട് സാഹിബിനെ പോലെ ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിക്കാരനെ പോലെ ശരീരവും മുഖമൊക്കെ മാറ്റി ഇങ്ങനെ മുടിയൊക്കെ രൂപത്തിലാക്കിയിട്ട് അത് പ്രൊഫൈൽ പിക്ചറാക്കി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചട്ടുചങ്ങൾ എവിടെ പോയാലും സ്റ്റാറ്റസ് ആളുകൾ ചിലപ്പോൾ നല്ല എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി സ്റ്റാറ്റസ് വീക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കാണേണ്ടി വരുന്നത് ഈ ദുരിതങ്ങളാണ്. നമ്മളിലൂടെ ആ ദുരിതം ഉണ്ടാകരുത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ചില യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഈ പറഞ്ഞ ഹാസ്യ കഥാപാത്രങ്ങളാകാറുണ്ട്. ഒരു ഗുണമില്ലാത്ത പല കാര്യങ്ങൾ. അവർക്ക് ചാനൽ വേണം, പിന്തുടരാൻ ആള് വേണം, സബ്സ്ക്രൈബർ വേണം, ഫോളോവേഴ്സ് വേണം. ഇതിനു വേണ്ടി എന്തും കാണിക്കും, എന്ത് ആഭാസവും കാണിക്കും. ഇതൊരു മുസ്ലിമിന്റെ മനസ്സിൽ തന്നെ വരാൻ പാടില്ല. അത് പിഴുതെറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ജനശ്രദ്ധയ്ക്ക് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടിയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ അമലിനെ തന്നെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. നമ്മുടെ അമലുകൾ നിഷ്ഫലമായി പോകും. നമുക്ക് പ്രശസ്തി വേണം, ആളുകൾ കാണണം, ആളുകളുടെ ഇടയിൽ അറിയപ്പെടണം. അതിനുവേണ്ടി നമ്മൾ അറിയേണ്ട കാര്യമില്ല, അതിനുവേണ്ടി ചാനൽ തുടങ്ങേണ്ട കാര്യമില്ല. നന്മകൾ വ്യാപിക്കാൻ പരമാവധി നമ്മളുടെ നന്മകൾ വ്യാപിപ്പിക്കുക. ആ നന്മകൾ നമ്മളാണെന്ന് പോലും അറിയാതിരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഒരു മുസ്ലിം വിശ്വാസി ചിന്തിക്കേണ്ടത്. രഹസ്യമാക്കി വയ്ക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാളിച്ചകളും നമ്മളിൽ നിന്ന് നീക്കുകയും യഥാർത്ഥ സത്യവിശ്വാസികൾ സ്വഭാവവും വിശ്വാസവും എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വർഷവും ഉബയ്യ കർമ്മം ഇൻഷാ അല്ലാഹ് ഉബയ്യത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ വരും കുത്തുബകളിൽ സൂചിപ്പിക്കാം. എന്നാൽ ഷെയർ കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ പള്ളിയിൽ ഷെയർ കൂടാനുള്ളൊരു അവസരമുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ അതിന് വിഹിതമായി കാണുന്നത് 8000-ൻ്റെതുണ്ട്, 10,000-ൻ്റെതും ഉണ്ട്. അതിൽ ചെലവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് തിരിച്ച് ചോദിക്കുന്നവർക്ക് അതിനനുസരിച്ച് കൊടുക്കാറുമുണ്ട്. ഇതാണ് ഏകദേശ രൂപം. 10,000-ൻ്റെ ഷെയറുണ്ട്, 8,000-ൻ്റെതുണ്ട്. താല്പര്യമുള്ളവർ പള്ളി ഭാരവാഹികളുമായി സമീപിച്ച് അറിയിക്കുക. ആ ഒരു ഉദയ മഹത്തായ കർമ്മം നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ലോകത്തിന് സമാധാനം എന്നുമാറാകട്ടെ. പല രാജ്യങ്ങളും യുദ്ധഭീഷണിയിലും യുദ്ധ സാഹചര്യങ്ങളിലേക്ക് വഴിമാറുകയാണ്. എന്തായാലും നിരപരാധികളുടെ രക്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെയും മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.